Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ടോർട്ടില്ല റാപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദമാവ് കൊണ്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അത് നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വീറ്റ് റാപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ അതിൻ്റെ നാലിലൊരു ഭാഗത്തേക്ക് ന്യൂട്രല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. അതിനുശേഷം ബനാനയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതാണ്. അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും വെക്കുക കേട്ടോ. സ്ട്രോബെറിയോ അല്ലെങ്കിൽ ചെറിയ പഴമോ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഞാനിവിടെ തേർഡ് പോർഷനായിട്ട് ജാമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ ജാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജാമിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യും ആൽമണ്ടും കട്ട് ചെയ്തതാണ്. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ക്രീം ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്രീം ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സ്പൈസി റാപ്പ് ഉണ്ടാക്കാം. സ്പൈസി റാപ്പിൻ്റെ ആദ്യത്തെ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. സെക്കൻഡ് പോർഷനായിട്ട് കുറച്ച് ചിക്കൻ നെഗറ്റ്സ് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നെഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. തേർഡ് പോർഷനായിട്ട് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതുതരം വെജിറ്റബിൾസ് വേണമെങ്കിലും ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റാപ്പ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ രണ്ട് റാപ്പും നമുക്കൊന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്വീറ്റ് റാപ്പ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കൻ റാപ്പ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനത്തെ ഒരു റാപ്പ് കഴിച്ചാൽ തന്നെ അവരെ വയറൊക്കെ നല്ല ഫില്ലാവും. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഉള്ളിൽ പല ഫില്ലിങ്ങും ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.